ഉളുപ്പുണ്ടോ മനുഷ്യ നിങ്ങക്ക്? നീ ഇത്ര കാര്യം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്നെ ഞാൻ കേട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനൊന്നുമല്ല ഞാൻ. വേണ്ട. രമ്യ, നീ കരുതാൻ പോലെന്നല്ല, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഈ കണ്ടതോ? ഈ കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ഇതിനോട് ഇത്തിരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു. വേണ്ട. ഉളുപ്പുണ്ടോ മനുഷ്യ നിങ്ങക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട്? ഭർത്താവിനെ വേണോ അല്ലേ? ഇറങ്ങി പോടി. ഇറങ്ങാൻ രമ്യ, രമ്യ, ഞാൻ പറയുന്നത് രമ്യ, തുടരുതന്നെ ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട്. ആ ഫോണിനെടുക്ക. ഓ, അപ്പോ ഞാൻ അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഇനിയും ഉണ്ട്. അതിങ്ങെടുക്ക്. ഫോണിങ്ങ് തരാൻ. രമ്യ, അതിനകത്തൊന്നുമില്ല. എടാ, നമുക്ക് നെക്സ്റ്റ് സൺഡേ പുറത്തു പോയാലോ? പോവാം, പക്ഷെ രമ്യയും കുഞ്ഞും ചിലപ്പോ ഉണ്ടാവും. അതെന്തിനാ രമ്യയും കുഞ്ഞും? അത് വേണ്ട. അത് പറ്റില്ലടാ. കൊണ്ടുപോവാന്ന് ഞാൻ വാക്ക് കൊടുത്തു. ഇനി ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, രാഹുൽ എന്റെ സന്തോഷാണോ അതോ അവളുടെ സന്തോഷാണോ വലുത്? എന്റെ പൊന്നെ, നീ മതി എനിക്ക്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവൾ ഒഴിവാക്കാം. പോരെ? മതി. ഓ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? മധുര 17 ആണല്ലോ. ഇപ്പോഴത്തെ കൊച്ചാമ്പിള്ളേർക്ക് കാണുമല്ലോ മനുഷ്യ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ്. മതി. വേണ്ട, എന്തൊക്കെയാന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതിലൊന്നുമില്ല. ഇതിലൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അതിലൊന്നുമില്ല. പറ്റിയത് പറ്റി. നീ ഫോൺ താ. ഇതുപോലൊരു നാണം കെട്ടവനെ ആളെ കൂടെ കൊണ്ടു നടന്നോന്ന് ഓർക്കുമ്പോ ഉണ്ടല്ലോ എന്റെ തൊലി ഉരിഞ്ഞു പോവുക. ഈ ഗാലറി എന്തിനാ ലോക്ക് ചെയ്തിട്ടേക്കുന്നേ? ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യും. ഗാലറിയിൽ ഒന്നുമില്ല. വിട്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. പറ്റുമെങ്കിൽ ക്ഷമിക്കും. അല്ല പിന്നെ രാഹുൽ ഓഫീസിൽ പോയത് തന്നെ ആയിരിക്കുമോ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഇതെന്താ കോൾ എടുക്കാത്ത? ഇനി ഓഫീസിലായിരിക്കില്ല. ഹലോ വരുൺ. ഹലോ രമ്യ, എന്താ പതിവില്ലാതെ ഒരു ഫോൺ കോള്? അല്ല, രാഹുലിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. ആളവിടെ ഇല്ലേ? അതാണോ? അവര് മീറ്റിംഗിലാ, ചിലപ്പോ അതായിരിക്കും എടുക്കാത്തത്. ആണോ? ആ ശരി. എന്തെങ്കിലും അത്യാവശ്യമാണോ? അവനോട് വിളിക്കാൻ പറഞ്ഞോ? ഇല്ല ഇല്ല, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പൊ ഓഫീസിലുണ്ട്. രമ്യേ, രമ്യേ, എന്താ? നീ വരണ വിളിച്ചാ? ആ, നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാ ഞാൻ വരണ വിളിച്ചത്. ഓ, എന്നെ വിളിച്ച് കിട്ടാണ്ടാവുമ്പോ നീ ഓഫീസിൽ എല്ലാരും വിളിച്ച് അന്വേഷിക്കാ ചെയ്യാൻ. പറ രമ്യേ. പഴയതുപോലെ അല്ലല്ലോ ഇപ്പൊ കാര്യങ്ങള്. അല്ല, വരുണ്ണ ഞാൻ വിളിച്ചതുകൊണ്ട് വരുണ്ണൊരു കുഴപ്പമില്ലല്ലോ. പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം? വരുന്ന വിളിച്ചല്ല എന്റെ പ്രശ്നം. എന്നെ അന്വേഷിച്ച് എന്റെ ഓഫീസിലേക്ക് വിളിച്ചു പോരുത്. വിളിക്കേണ്ട സാഹചര്യം വന്നാ വിളിക്കും. എന്ത് സാഹചര്യം? ഞാൻ ഓഫീസിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല നീ വിളിക്കണേ. അതെ, അതിനുവേണ്ടി തന്നെ ഞാൻ വിളിച്ചത്. കഷ്ടം. ആമിര, എപ്പോഴും ഇങ്ങോട്ട് വിളിക്കണ്ട. പറയണം, മനസ്സിലാക്ക്. രാഹുൽ, എനിക്ക് നിന്നെ ഇങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. പ്ലീസ് രാഹുൽ, നീ ഒന്ന് മനസ്സിലാക്ക്. നിനക്കെന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തെ? ഇനി കുറച്ചാൾ ഇങ്ങനെ പറ്റൂ. ശരി, നമുക്കെന്നാ നാളെ പുറത്തു പോവാം. എനിക്ക് നിന്നെ കാണണം. നാളെ സൺഡേയാ. നാളെ പുറത്തിറങ്ങിയ രമ്യക്ക് സംശയം. ഓ, എന്ത് പറഞ്ഞാലും നിന്റെ ഒരു രമ്യ. നിനക്കെന്താ അവൾ ഇത്ര പേടിയാണോ? ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഇതെല്ലാം അറിയുന്നു നീ തന്നെ എന്നോട് പറഞ്ഞേക്കുന്നേ. ഇപ്പൊ പിന്നെ എന്താ ഇങ്ങനെ ഒരു ഡയലോഗ്?
എൻ്റെ മീര, നീ എന്തൊക്കെയാ പറയണേ? നിനക്കൊന്നും നോക്കാനില്ല. എനിക്കെങ്ങനെയാണോ? എനിക്കൊരു ഭാര്യയുണ്ട്, മോളുണ്ട്. എങ്കിൽ ശരി രാഹുൽ, നീ എന്താന്ന് വെച്ചാൽ കാണിക്കേ. മീരെ, മീരെ, ഹലോ ഹലോ. ഹലോ. ഹലോ, കിടന്നോ? ജസ്റ്റ് പറ. രമ്യ അടുത്തുണ്ടോ? ആ, അവളും ഉറങ്ങി. എന്നാ പിന്നെ ഞാൻ വീഡിയോ കോൾ ആയിട്ടെ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. സൗണ്ട് കേട്ടാലേ അവള് പെട്ടെന്ന്. ഓ, എന്നാ പിന്നെ പറ, വേറെന്താ? കഴിച്ചോ? കഴിച്ചു. ഞാനേ എന്നാളെ വിളിക്കാം. ശരി എന്നാ. ഗുഡ് നൈറ്റ്. ലവ് യു. ഗുഡ് നൈറ്റ്. ലവ് യു. ലവ് യു. ചായ. നിങ്ങൾക്ക് വേറൊരു ജോലിക്ക് ശ്രമിച്ചൂടെ? എന്തിപ്പോ ഉള്ള ജോലിക്കുള്ള കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, എന്നാലും വേറൊരു ജോലിക്ക് ശ്രമിക്കുന്നതാണ് നല്ലത്. ഓ, എന്നിട്ട് വേണം ഇപ്പോൾ ഉള്ള ജോലിയും നീ നോക്കാൻ പോണ ജോലിയും ഒന്നും ഇല്ലാണ്ടാവാൻ. അതൊന്നും അല്ല, നിങ്ങൾക്ക് അവളെ കാണാണ്ടിരിക്കാൻ വയ്യ, അത് തന്നെ കാര്യം. രാവിലെ തന്നെ നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? മനുഷ്യ സമാധാനം പറയാനായിട്ട്. ചെല്ലേ, നിങ്ങൾക്ക് അവളെ കാണുമ്പോഴാണല്ലോ സമാധാനം കിട്ടുന്നത്. എൻ്റെ കൊച്ചിൻ്റെ തലവിധി, അതെന്ത് പറയാം. ഇല്ല, അത് നടക്കില്ല. പറഞ്ഞതാണ് ഞാൻ. എന്താന്ന് വെച്ചേ. ശരി. എന്താ പ്രശ്നം? ജോലി റിസൈൻ ചെയ്യാൻ അവൾ പറയണേ, അതാ പ്രശ്നം. നമ്മളെന്തായാലും ഒരു ഓഫീസിലല്ലേ, അതായിരിക്കും അവൾക്ക് പ്രശ്നം. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാൻ, എവിടെ വരെ പോകുന്ന നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നീ അവിടെ പോലെ ഞാനുണ്ടാവും കൂടെ. എനിക്കൊന്നും വയ്യ നിന്നെ പിരിഞ്ഞിരിക്കാൻ. തൽക്കാലം നീ പൊക്കോ, ഇപ്പം ഇവിടെ ആരും കാണണ്ട. ഞാൻ വിളിക്കാം. എടാ, ഞാൻ വീട്ടിലാ. എപ്പോഴും ഇങ്ങനെ വിളിക്കല്ലേ, ഞാൻ വിളിച്ചോളാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് തുറന്നേ. അതെ, എന്താ ബാത്റൂം പോകാൻ സമ്മതിക്കില്ല? നിങ്ങൾ ആരെയും വിളിച്ചോണ്ടിരുന്നേ? ആരും വിളിക്കുന്നു? ഞാൻ ചുമ്മാ മൂളിപ്പാട്ടും പാടിക്കൊണ്ടിരുന്നത്. ഞാൻ കയറി വന്നപ്പോൾ നിങ്ങൾ ആരോടോ സംസാരിക്കുന്നത് കേട്ടിട്ട് തന്നെ കയറി വന്നത്. എൻ്റെ രമ്യ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഫോണും കൊണ്ടാണോ ബാത്റൂമിൽ പോകുന്നത്? ആ ഫോണിങ് എടുത്തേ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ഫോൺ എന്താ നിനക്ക്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പോർ. ആ ഫോണിങ് തരാൻ. എന്തിന്? ആ ഫോൺ തരാനാ പറഞ്ഞത്. എൻ്റെ ഫോൺ എന്തിനാ നിനക്ക്? ആ ഫോണിങ് എടുത്ത്. എൻ്റെ ഫോൺ എന്തിനാ രമ്യ നിനക്ക്? ഫോണിങ് ഫോണിങ് തരാൻ. ഓ, ഇവിടെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ? അത് ഞാൻ കൈ തട്ടിയെന്ന് എൻ്റെ കോള് പോയതാ, ഞാൻ വിളിച്ചതല്ല. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് കൊച്ചിന്റെ തലയിൽ പിടിച്ച് സത്യം ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാരോടാ പറയണേന്ന് എനിക്കറിയാം. ഹലോ രാഹുൽ, എന്താ ഫോൺ കട്ട് ചെയ്തേ? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. എല്ലാം കണ്ടും കേട്ടും തന്നെയാ ഞാനിവിടെ നിൽക്കുന്നത്. രമ്യ, അത് ഞാൻ രാഹുലായിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെ രമ്യ ഉദ്ദേശിക്കുന്ന പോലെ വേറൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പ്? എടി, ഫ്രണ്ട്ഷിപ്പിന്റെ വില അറിയായിരുന്നെങ്കിൽ നീ എന്നോടിത് കാണിക്കില്ലായിരുന്നു. ഭർത്താവും കുട്ടിയുള്ള ഒരാളുടെ പുറകെ നടന്ന് അയാളുടെ ജീവിതം തൊലയ്ക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല. ഇനി നിങ്ങൾ പറ, ഞാനും കൊച്ചു എന്താ വേണ്ടേ? ഇത്ര എന്നോട് ചെയ്തിട്ടും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് നമ്മുടെ മോളെ ഓർത്ത് മാത്രം. അല്ലാതെ എനിക്ക് ചെന്ന് കയറാൻ
ഒരിടമില്ലാഞ്ഞിട്ടല്ല. അതൊരു പെങ്കൊച്ചാണെന്നുള്ള ബോധമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? അതിനെ വളർത്തി വലുതാക്കേണ്ടത് നമ്മുടെ രണ്ടുപേരുടെ ഉത്തരവാദിത്വം, അല്ലാതെ എന്റെ മാത്രമല്ല.